നമ്മളുടെ മനസ്സിലെ ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ഇവയൊക്കെ പൊതുവെ വിഷ്വൽസും വാക്കുകളും ഓഡിയോയും എല്ലാം കൂടിച്ചേർന്ന ഒരു രൂപത്തിലാണ് ഉണ്ടാവാറ്. എന്നാൽ ഭൂരിഭാഗം സമയങ്ങളിലും നമ്മളിത് അവതരിപ്പിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമാണ്. ആൻഡ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, അതായത് മനസ്സിലെ ആശയങ്ങൾക്ക് അനുയോജ്യമായ വാക്കുകൾ കണ്ടെത്താനും അതുപയോഗിച്ച് സ്ട്രക്ചേർഡ് സെൻറ്റൻസസ് ഉണ്ടാക്കാനും നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നോ അത്രത്തോളം കുറവായിരിക്കും നമ്മളുടെ കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റിയും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആർട്ടിക്കുലേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്ത് നമ്മെ ഒരു എക്സലൻറ്റ് കമ്മ്യൂണിക്കേറ്റർ ആകാൻ സഹായിക്കുന്ന 2 കോർ ഹാബിറ്റ്സ് വെളിച്ചത്തേക്ക് കൊണ്ടുവരാം. ആൻഡ് നോ, എല്ലാവരും പറയുന്ന പോലെ സംസാരിച്ചല്ല ഈ സ്കിൽ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത്. സോ വെൽക്കം ടു ദ പാർട്ട് 5 ഓഫ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി സീരീസ് ബൈ മെൻസ് ലോക്കർ. നമ്മളുടെ സംസാരത്തിൻ്റെ ഫ്ലോ ബ്രേക്ക് ആവാനുള്ള ഒരു പ്രധാന കാരണമാണ് ഇൻകംപ്ലീറ്റ് തോട്ട്സ്. അതായത് നമ്മളുടെ മനസ്സ് ഒരു വരി തുടങ്ങി വെച്ച് ഉടൻ തന്നെ അത് ഉപേക്ഷിച്ച് മറ്റൊരു വരി നിർമ്മിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വാക്കുകൾ കിട്ടാതെ പോലത്തെ ഫില്ലർ വേർഡ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ആൻഡ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ സൊല്യൂഷനാണ് ഫസ്റ്റ് ഹാബിറ്റ്, ജേർണലിംഗ്. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് നമ്മളുടെ ചിന്തകൾ എഴുതിയെടുക്കാനായി ചിലവഴിക്കണം. എഴുതുമ്പോൾ നമുക്കൊരിക്കലും ഒരു സെൻറ്റൻസ് പകുതിയാക്കി ഉപേക്ഷിക്കാൻ പറ്റില്ല. സമയമെടുത്ത് ഒരു സെൻറ്റൻസ് പൂർണ്ണമായി ഡെവലപ്പ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാൻ സാധിക്കൂ. ഇങ്ങനെ റെഗുലറായി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിനെ കംപ്ലീറ്റ് സെൻറ്റൻസസിൽ ചിന്തിക്കാൻ ട്രെയിൻ ചെയ്യും. ജേർണലിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ശീലം നമ്മൾ ഓരോരുത്തരുടെയും തിങ്കിങ് പാറ്റേൺസ് മനസ്സിലാക്കാൻ സഹായിക്കും. ഹാബിറ്റ് നമ്പർ 2, റീഡിംഗ്. അഗെയിൻ, എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾസ്, ബുക്സ് പോലത്തെ നന്നായി എഡിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു റീഡിംഗ് മെറ്റീരിയൽ വായിക്കാൻ വേണ്ടി ചിലവഴിക്കണം. ഇത് ആ ഭാഷയിലെ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം ഏതെല്ലാം വിധത്തിൽ നമുക്ക് പുതിയ സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നും നമ്മളെ പഠിപ്പിക്കും. സോ സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ സ്മൂത്തായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായ റെഫറൻസ് മെറ്റീരിയൽസ് ഓൾറെഡി നമ്മളുടെ കയ്യിലുണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, വായിക്കുമ്പോൾ ലേഖകൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ പഠിക്കാനായി സ്വയം ഫോഴ്സ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അത് നമ്മളുടെ റീഡിംഗ് പ്രോസസ്സിനെ വളരെ സ്ട്രെസ്ഫുൾ ആക്കും. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ കാഷ്വൽ റീഡിംഗ്. ദാറ്റ് സെഡ്, ഹ്യൂമൻ സൈക്കോളജി മുതലെടുത്ത് ഏതൊരു വ്യക്തിയെയും എങ്ങനെ നമ്മളുടെ ഫ്രണ്ടാക്കി മാറ്റാം എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം.